അവരുടെ കെട്ടിയവന്റെ ശാരീരിക പീഡനം വലുതായിരുന്നു. മദ്യപാനമുണ്ട്, അവന് ശാരീരികമായിട്ടുള്ള ഉപദ്രവമായിരുന്നു കൂടുതൽ. പക്ഷെ അവളാരോടും പറയാറില്ല, ഒന്നും പറയാറില്ല. സാധാരണ ഒരു പ്രതികരിക്കുകയോ അങ്ങനെയൊന്നും ഉള്ള ഒരു പെണ്ണല്ല. സംസാരം വളരെ കുറവാണ്. ഇപ്പൊ ഒരു മുറി അടിക്കുവാൻ ആ മുറി വന്ന് നിന്ന് അവൻ അടിച്ചടിച്ച് അടിയിടി കഴുത്തിന് കുത്തിപ്പിടി അങ്ങനെ. എന്നാലും ഇവളൊന്നും പ്രതികരിക്കുന്നില്ല. അടുത്ത മുറി പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്ക്. ഇവൻ അപ്പനെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ ശവയെ കാണുള്ളൂന്ന് പറഞ്ഞു. പീഡനമാണെങ്കിൽ പോലും ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാനും പറക്കാനും അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് ഒട്ടും സഹിക്കാൻ മേലാത്ത ഒരവസ്ഥയിലേക്ക് ആയിപ്പോയി. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടില്ല, സാമ്പത്തികമായിട്ടും നല്ല ഉന്നമനത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അത് ജയിലി കുടുംബം. കൊച്ചൊക്കെ കേസ് കൊടുക്കാന്ന് പറഞ്ഞോടുകൂടി അവളങ്ങ് ശരിക്കും തളർന്നു. പിന്നെ ഇവനെ കാണാൻ പോകാനോ ഒന്നും അന്ന് ഞങ്ങളെ ചെന്നപ്പോ കാണിച്ചതല്ലാതെ പിന്നീട് അവര് വന്നിട്ടില്ല. സങ്കടം കൊണ്ട് അതിനൊന്നും മേല. കൊച്ചിന് ഓസ്ട്രേലിയയിലാണ്. ആ സമയം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇവക്ക് ഈ പാലിയേറ്റീവിലുണ്ടായിരുന്ന ജോലിയും കൂടെ കളഞ്ഞു പോയത്. ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ആ സാഹചര്യം കൂടെ ഇല്ലാണ്ടായി. ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചി അവിടെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നെന്ന്. ചേച്ചി പറഞ്ഞത് ഇതുപോലെ ഒരു പെൺകുട്ടി നമ്മുടെ ഈ ചുങ്കം പ്രദേശത്ത് വന്നിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു. അമ്മായിമ്മയും ഒരു ഹെൽപ്പുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറെ കൂടെ പിടിച്ചു നിൽക്കാൻ. ഇവർക്ക് എന്തോ സമ്പത്ത് കൂടുതലാണ്, ഇതുങ്ങൾ ഇച്ചിരി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണെന്നുള്ള മട്ടിലുള്ള രീതികളും ഉണ്ടായിരുന്നു. ഒരു പത്തരമായിട്ടുള്ള ഒരു പെങ്കൊച്ചായിരുന്നു. അതുപോലെ നമുക്ക് ഒത്തൊരു പെങ്കൊച്ചുങ്ങളെ കിട്ടാൻ നമുക്കില്ല. ഇത്ര സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ആ കൊച്ചി കടുകൈ ചെയ്തത്. അച്ഛൻ പോണതിന് മുമ്പ് ശരിക്കും അതിന്റെ തലയെ ചവിട്ടിയിട്ടാ പോയെന്ന്. അച്ഛൻ ഓസ്ട്രേലിയയിൽ. ഇപ്പൊ അപ്പന്റെ ഒരു ഇതാണല്ലോ മക്കളുടെ ശരീരത്തെ കൂടെ ഒഴുകുന്നത്. അപ്പൻ തന്നെ ഈ പെണ്ണിനെ അന്ന് BSc നഴ്സിംഗ് പഠിപ്പിക്കണ എത്ര 10-12 ലക്ഷം രൂപയ്ക്ക് മുകളിലായി പഠിപ്പിച്ചു. അവൾക്ക് ജോലി ഉണ്ടായിരുന്നു. ഈ ജോലിക്ക് പോകണ്ടാത്തെന്ന് പറയുന്നവർ എന്തിനാണ് ഈ BSc നഴ്സിനൊക്കെ കിട്ടണേ? അവര് ജോലിയുള്ള പെണ്ണിനെ കെട്ടി പിറ്റേ ദിവസം തൊട്ട് വീട്ടിലിരുന്നോണോ ജോലിക്ക് പോകാനും. ജോലിക്ക് വിടാതെ വന്നാണല്ലോ ഇത്രയും ഗ്യാപ്പ് വന്നത്. അതൊക്കെ UK സെലക്ഷനായത്. UK സെലക്ഷനായിട്ട് വിട്ടില്ല. അന്നേരത്തേനും കാരണം അവർക്ക് ക്യാൻസർ ആണ്, അതാണ് ഇതാണോ പോകാനൊക്കെ. മരിച്ചു കഴിയുമ്പോൾ സങ്കടപ്പെടാനും അനുശോചിക്കാനും അധികം ആളുകളുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറുവിരലനക്കാൻ പറ്റാത്തവര് എന്തിനാണ് അനുശോചിക്കുന്നത്? ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ ഇപ്പോൾ തൊഴിലാളുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാരാ? അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൂടെ ജീവിപ്പിക്കാതിരിക്കാനല്ലേ ഒരു തൊഴിലിന് പോയതില്ലാതാക്കി. അത് ആരുടെ കുഞ്ഞാ? ഈ അച്ഛന്റെ സഹോദരന്റെ കുഞ്ഞല്ലേ? ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണി ചെയ്തത്? ഇതൊക്കെ നീതിയാണ്. ഒരു നീതിയില്ലാത്ത ഈ ലോകത്തിൽ നീതി നടത്തി കൊടുക്കാതെ എന്ത് പ്രസംഗിച്ചിട്ട് എന്നാ കാര്യം? ഇതുപോലെ ദ്രോഹിച്ച് ഈ വരുന്നവരെ ഇതുപോലെ മാനസികമായിട്ട് തളർത്തി ആണ് വിടുന്നത്. എല്ലാ പിള്ളേരും ഇപ്പം ജോലി ചെയ്ത് ഇന്നാളൊരു പെങ്കൊച്ച് മരിച്ചത് എന്താ? ശമ്പളമില്ല. എന്നിട്ട് അതിനെക്കുറിച്ച് 100 കൂട്ടം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഷൈനിക്ക് ആ കുഞ്ഞുങ്ങൾക്കും അതുങ്ങൾ മരിച്ചെങ്കിൽ പോലും അവരെ കുറിച്ച് വേറൊരു അവയ്ക്കാതെ പറയരുത് ആരും. കാരണം ആ കുഞ്ഞ് അത്രയ്ക്കും ശുദ്ധയാണ്, നിർമ്മലയാണ്. അതുപോലെ ആ കുഞ്ഞുങ്ങളും വെറുതെ ആരെന്നാ പറഞ്ഞാലും പെണ്ണുങ്ങളാണ് അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തേ, അല്ല വീട്ടിൽ നിന്ന് ഓടിപ്പോയെ എന്നൊക്കെ ഒരു സംസാരമുണ്ട്. ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആരും ഒരു തരത്തിലും ആ കുഞ്ഞിനെ വേറൊന്നും പറയുകയില്ല. കാരണം അവളുടെ കയ്യിലെ ദോഷം കൊണ്ടല്ല അവൾ മരിച്ചത്, അവളുടെ ഭർത്താവിന്റെ കുടുംബക്കാരുടെ ദോഷം കൊണ്ട് തന്നെയാണ് അവൾ മരിച്ചത്, അവളും കുഞ്ഞുങ്ങളും മരിച്ചത്. ആ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് അമ്മയോട് ചേർന്ന് നിന്നു? അമ്മേനെ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടല്ലേ. 10-11 വയസ്സുള്ള കുഞ്ഞുങ്ങളല്ലേ, കൊച്ചു കുഞ്ഞുങ്ങളല്ലല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല തിരിച്ചറിവുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അത്രയും പേടിപ്പിച്ചെന്ന് ആ പഴയിട്ട് പറയുന്നുണ്ടല്ലോ. അതുങ്ങൾ എന്തുകൊണ്ട് പിന്മാറിയില്ല? അത്രയ്ക്ക് ആ കുഞ്ഞുങ്ങൾ സഹിച്ചു. ആ സ്നേഹം മനസ്സിലാക്കാതെ പോയത് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ദുരന്തം. എവിടെന്നെങ്കിലും ഒരു ഹെൽപ്പ്. അവർക്കൊരു തൊഴിലായിരുന്നു അവൾ ആഗ്രഹിക്കും. ശരിക്കും ആദ്യ കാലഘട്ടത്തിലെ സെമിനാരി ജീവിതം നിർത്തി പോന്നിട്ട് വിവാഹ ജീവിതത്തിന് വേണ്ടി വന്ന പരസ്യം വരെ കൊടുത്തൊരു വ്യക്തിയാണ്. തുടർന്നാണ് വീട്ടിൽ കാർന്നന്മാരുടെ രീതി കണ്ടിട്ടാണ് എന്നറിയത്തില്ല. തുടർന്നാണ് പുള്ളി വീണ്ടും അച്ഛനാകാൻ വൈവാഹിക പരസ്യം കൊടുത്ത ആളാണ്. വൈവാഹിക പരസ്യം വരെ കൊടുത്ത ആളാണ്. നമ്മുടെ അപ്പനാദേശി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും സെമിനാരി പോയതും MSW ഒക്കെ കഴിഞ്ഞ് വീണ്ടും സെമിനാരി പോയി വൈദിക പഠനം പൂർത്തീകരിച്ചു. ഭാവി തലമുറയ്ക്ക്
ജീവൻ കൊടുക്കേണ്ട ഈ 3 പേരെയാണ് ഇപ്പം ബലിയാടാക്കി ഇതുങ്ങളെ കൊന്നു കളഞ്ഞിരിക്കുന്നത്. അവരെ ആത്മഹത്യ ചെയ്തതല്ല, അവരെ കൊന്നതാ. ഒന്നും വേണ്ട, ഈ ജോലി കിട്ടിയതല്ലേ ആ കുഞ്ഞിന്. ആ ജോലി ചെയ്യാൻ ചെന്നപ്പം ജോലി ഇല്ലാന്ന് പറയുമ്പോഴത്തെ ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് തകർന്ന് ദർപ്പണായി പോയില്ലേ. തടസ്സം നിന്നു, ജോലി കൊടുക്കണ്ട എന്നുള്ളത്. നീതി ആ പെണ്ണിന് മരിച്ചാലും ദൈവസന്നിധിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം. അതേ ഉള്ളൂ എനിക്ക് ആഗ്രഹമുള്ളൂ. ദൈവത്തോട് ഞാൻ പറയുക, ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിച്ച പോലെ ഈ മൂന്നെണ്ണത്തിനെ ഉപേക്ഷിക്കരുതായിരുന്നു. ഇനിയിപ്പം വരാൻ പോകുന്ന കാര്യം തന്നെ ആ പെണ്ണിന് വല്ലോ മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു പറഞ്ഞ് ഇവരേതെങ്കിലും അവർക്ക് പരിചയമുള്ളൊരു ഡോക്ടറെ അടുത്തുനിന്നോ ലെറ്റർ മേടിക്കും, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കും. ഇനി വേറെ ഏതെല്ലാം രീതിയിലുള്ള ചിത്രീകരണങ്ങൾ വരാൻ കിടക്കുന്നു. ഒരാളും സഹായിക്കാനില്ലാതെ എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞാൽ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ആ ട്രെയിനിന് മുന്നിൽ പോയി നിന്ന് ആത്മഹത്യ ചെയ്ത ആ പെണ്ണ് അതിന്റെ ശവമായിട്ട് പോവാണ്. എങ്ങോട്ട്? ഈ പള്ളിയിലോട്ട്. അവിടെ ഉണ്ടായിരുന്നല്ലോ പള്ളിക്കാരും അച്ഛന്മാരൊക്കെ ഈ പ്രശ്നങ്ങൾ അറിയാവുന്നവര്. ഇനി കണ്ടോ, ആ ശവടക്കിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഈ ആരോപണ വിധേയനായിട്ടുള്ള അച്ഛനായിരിക്കും. ഇനി മുഖ്യ കാർമ്മികനായിട്ട് നിർത്തിയില്ലെങ്കിൽ സൈഡിൽ നിർത്തും. ആ പെണ്ണിനൊരു ആത്മാവുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാത്രം അത് വേദനിക്കുമായിരിക്കും. ഈ അച്ഛന്മാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അറിയാം ആത്മാവും കോപ്പൊന്നും ഇല്ലെന്ന്. അതല്ല ഇതിന്റെ അർത്ഥം. ഏറ്റവും അവസാനം ഒരു അനൗൺസ്മെന്റ് കാണും. ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉള്ള ചായയും ഉഴുന്നോടയും അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിച്ചിട്ട് പോകണം. അവിടെ ഒരു ഉന്തും തള്ളും തിക്കിത്തിരക്കും കാണും. മനുഷ്യത്വവും ഹൃദയവും ഒക്കെ ഈ ലോകത്തുനിന്ന് തന്നെ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആർക്ക് ചെയ്യാൻ പറ്റും ഇത്? ആ പള്ളിയുടെ മോണ്ടറത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ കൊണ്ട് വെക്കണമായിരുന്നു ആ ശവം. അവരടക്കുന്നില്ലെങ്കിൽ അടക്കണ്ടെന്നേ വീണ്ടും അതിനെ പൊത്തിക്കീറാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അച്ഛന്മാർക്ക് തന്നെ വിശ്വാസം ഇല്ല ആത്മാവുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആത്മാവിനോടെങ്കിലും നീതി കാണിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ സഭയിലുള്ള വിശ്വാസം വെച്ച് പുലർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പൊന്നു സഹോദര, വിവരവും ബോധമുള്ളവൻ നമ്മുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പും.